ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ മെറ്റീരിയലിൽ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഒരു 100 രൂപേനും എനിക്ക് താഴെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ കട്ട് ബീഡായാലും 2 തരത്തിലുള്ള കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തത് റെയിൻബോ കട്ട് ബീഡാണ്. അത് സാധാരണ വരുന്ന ബീഡിനേക്കാളും കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു കട്ട് ബീഡ് 2 കളറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ത്രെഡ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, ആര്യ ത്രെഡ്. അപ്പോൾ അതിനൊക്കെ കൂട്ടിയിട്ട് 100 രൂപയും അടുത്ത നമുക്ക് ആയിട്ടുള്ളൂ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ കയ്യിലുള്ള 2 തരത്തിലുള്ള കട്ട് ബീഡ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നല്ല പാർട്ടി വെയർ ടോപ്പാക്കി മാറ്റാം കേട്ടോ. 2 തരത്തിലുള്ള ത്രെഡ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ആര്യ ത്രെഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു വെള്ള കളറിൽ കാണുന്ന ത്രെഡ് ഉണ്ടല്ലോ, ഇതും എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഏത് വേണമെങ്കിലും വെച്ചിട്ട് വർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നെറ്റിൻ്റെ തുണിയിലൊക്കെ ഈ വെള്ള കളറിൽ ടാങ്കീസ് ടൈപ്പിൽ വരുന്ന ഈ ഒരു ചെറിയ ത്രെഡാണ് കേട്ടോ നല്ലത്. ഞാനിവിടെ വർക്ക് ചെയ്യാനായിട്ട് ആര്യ ത്രെഡ് തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ത്രെഡാണ് എനിക്ക് കൂടുതൽ എളുപ്പം കേട്ടോ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ബട്ടർ പേപ്പറിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം ഞാൻ വരച്ചെടുത്തിട്ട് മെറ്റീരിയൽ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് നെക്കിൻ്റെ ഒക്കെ ഒരു വശം നമ്മൾ നോക്കി മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ നമ്മൾ കാർബൺ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ വരച്ചെടുത്ത ബട്ടർ പേപ്പർ അതിൻ്റെ മേലെ വെച്ചിട്ട് ഞാൻ സാധാരണ നമ്മൾ സൂചി വെച്ചിട്ട് പിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം ഇതേ രീതിക്ക് നമ്മൾ മുഴുവൻ പടത്തിലും വരച്ചെടുക്കണം കേട്ടോ. ടോപ്പിൻ്റെ ഫ്രണ്ട് വശത്ത് മുഴുവനായിട്ട് നമ്മൾ വർക്ക് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ജോർജറ്റിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തിരി ഇഴുകി കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ നേരിട്ട് വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ട്രേസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പറിൽ വരച്ചെടുത്തത് നമ്മൾ നേരിട്ടിട്ട് വരയ്ക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ വരച്ചിട്ടുള്ള പടത്തിലെ എല്ലാ പൂവും അതുപോലെ ഇലകളും ഒക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലത്തെ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ടായിരുന്ന പിന്നെ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ രീതിക്കാണ് കേട്ടോ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരച്ചപ്പോൾ അതിൽ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ ബോർഡർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വർക്ക് ചെയ്യുന്നതിനേക്കാളും തൊട്ട് മുപ്പാട് നമ്മുടെ മെറ്റീരിയൽ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്യാനായിട്ട് മടക്കിടണോളം മടക്കിയിട്ടിട്ട് അതിൽ നമ്മൾ അതിൻ്റെ നെക്കൊക്കെ എവിടെയാണ് വരണേന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഇതുപോലെ വിരിച്ചിട്ടിട്ട് നമ്മൾ ഫ്രെയിമിലിട്ടതിൻ്റെ ശേഷം ഇതുപോലെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞപ്പോഴേ നമ്മൾ 2 തരത്തിലുള്ള കാർബൺ പേപ്പറായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാരണമാണ് താഴത്തത്തെ അങ്ങോട്ട് പെട്ടെന്ന് എടുത്ത് കാണിക്കാത്തത് നമ്മൾ വരച്ചത്. അപ്പോൾ മേലത്തത്തെ ലൈറ്റ് കളറായ കാരണം കറക്റ്റ് നമുക്ക് വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴത്തത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ വീഡിയോയിൽ വരുന്ന സമയത്താണ് കൂടുതലും കാണിക്കാത്തത്. അപ്പോൾ നമുക്കിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേ കേട്ടോ, ഇതേപോലെ എടുക്കുന്ന സമയത്ത് ഇതേ ചെറുതായിട്ട് കാണുന്നുണ്ട് കേട്ടോ നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത്. നേരിട്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ വരയ്ക്കുന്ന ഫ്ലവറൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഇത്തിരി വലുതായിട്ടൊക്കെയാണ് കേട്ടോ വരാം. അപ്പോൾ ഇതുപോലെ ട്രേസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കൂടിയും നല്ല നൈസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ പേനോ പെൻസിലോ വെച്ചിട്ട് ആണല്ലോ വരയ്ക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു മൊനയുടെ ഇതിനനുസരിച്ചിട്ടുള്ള ചെറിയ ഫ്ലവറും ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. ഞാനിതിൽ ഒരു ഫ്ലവറും അതുപോലെ തന്നെ കുറച്ച് ലീഫൊക്കെ നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ തണ്ടുകളും നമ്മൾ ഇതേ രീതിക്ക് തുന്നിയെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുഴുവൻ ഭാഗത്തും വർക്ക് ചെയ്യേണ്ട കാരണം ആദ്യം ഒരു സൈഡിൽ മാത്രം നമ്മൾ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നെക്കിൻ്റെ തൊട്ടുപത്തെ സൈഡിൽ ഞാൻ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അത് നടുവശങ്ങളിലൊക്കെ കംപ്ലീറ്റ് ആക്കി എടുക്കുന്നത്. ഇതേപോലെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തൊക്കെ കുറച്ചധികം വർക്ക് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രെയിമൊക്കെ ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് എങ്ങനെയാണോ കുറച്ചും കൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റണത് ആ രീതിയിൽ ഫ്രെയിം വയ്ക്കുക കേട്ടോ, എന്നിട്ട് ചെയ്യാം. നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാർക്ക് ആരി വർക്ക് ചെയ്യാൻ അറിയാത്തവരാണെങ്കിലേ അപ്പോൾ ഇതേ രീതിക്ക് ചെയ്യാൻ അറിയില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട കേട്ടോ. അപ്പം സാധാരണ നീഡിൽ വെച്ചിട്ട് നമ്മുടെ കട്ട് ബീഡ് വെച്ചിട്ട് ഇതേപോലെ ഡിസൈനൊക്കെ വരച്ചെടുത്തിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴ്വശത്തൊക്കെ ഒന്ന് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ, അഴിഞ്ഞ് വരാതിരിക്കാനായിട്ട്. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിലേക്കുള്ള സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അങ്ങനെ സാധാരണ നീഡിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ
ഇതുപോലൊരു വർക്കൊക്കെ വരച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആകെ കൂടി നമുക്ക് ആവശ്യമുള്ളതുണ്ടല്ലോ നല്ല ക്ഷമയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പടം വരച്ച് കഴിഞ്ഞാലും നമുക്കത് കംപ്ലീറ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ലീഫും അതുപോലെ തന്നെ ആ തണ്ടുകളും ഒക്കെ ഏകദേശം തുന്നി കഴിയാറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനാക്കിയതിൻ്റെ ശേഷം വേണം കേട്ടോ നമുക്ക് ഉള്ളിൽ വരച്ചിട്ടുള്ള ഫ്ലവറുകൾ കംപ്ലീറ്റ് ആക്കി എടുക്കാനായിട്ട്. നമ്മൾ മുന്നേ തന്നെ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിക്ക് നമുക്ക് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കളറാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. റെയിൻബോയിൽ പെട്ടിട്ടുള്ള കട്ട് ബീഡ് തന്നെയാണ് കേട്ടോ നമ്മൾ ഫ്ലവർ ചെയ്യാനായിട്ടും എടുത്തിട്ടുള്ളത്. എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു കട്ട് ബീഡിനോടാണ് കേട്ടോ കൂടുതൽ താല്പര്യം. അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടല്ലോ വർക്കൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ടോപ്പ് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. കൂടുതലായിട്ടും നമ്മളൊരു ലൈറ്റിലൊക്കെ വരുന്ന ടൈമിലുണ്ടല്ലോ നല്ല തിളക്കാണ് കേട്ടോ നമ്മുടെ ടോപ്പിൽ നിന്ന് വരാം. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു റെയിൻബോ കട്ട് ബീഡ് തന്നെ ഉപയോഗിക്കുന്നത്. കട്ട് ബീഡ് വെച്ചിട്ട് ചെയ്യുന്ന വർക്കുകളൊക്കെ ആകുമ്പോഴേ കട്ട് ബീഡ് എടുക്കുന്ന സമയത്ത് കുറച്ച് നല്ലത് നോക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും കുറവിൻ്റെ വരുന്നതുണ്ട് പാക്കറ്റുകൾ. അങ്ങനെയല്ലാതെ നമ്മൾ ലൂസായിട്ടൊക്കെ കിട്ടും. അപ്പോൾ അതിൽ നിന്നിട്ട് നമുക്ക് എന്തോരാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ലത് കിട്ടും. കട്ട് ബീഡ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് കളർ പോകണ്ടോ എന്ന് നോക്കിയതിൻ്റെ ശേഷം ചെയ്യാം കേട്ടോ പരമാവധി. അങ്ങനെ കളർ പോണതാണെങ്കിലേ നമ്മളറിയാതെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ കളർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ കഷ്ടപ്പെട്ട് വർക്കൊക്കെ ചെയ്ത് അത് നമ്മൾ പിന്നെ പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കണതായാലും നമ്മൾ കളർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ അത് മുഴുവനും അഴിച്ചിട്ട് നമ്മൾ വീണ്ടും വർക്ക് ചെയ്യാനൊക്കെ കൊണ്ടുവരുമ്പോൾ അത് നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കട്ട് ബീഡും ഷുഗർ ബീഡൊക്കെ വാങ്ങിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ചുരിദാറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ നമ്മൾ കട്ട് ബീഡുകളും ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. ഷുഗർ ബീഡ് നമ്മൾ പരമാവധി ഗോൾഡൻ കളറിലൊക്കെ വരുന്നതുണ്ടല്ലോ അതൊക്കെ ബ്ലൗസിൽ ചെയ്യുമ്പോൾ എടുക്കുക. അപ്പോൾ ബ്ലൗസൊക്കെ ആകുമ്പോൾ നമ്മൾ എന്നും ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കളർ പോക്കുക അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല. ചുരിദാറൊക്കെ ആകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ച് കഴുകുമ്പോൾ അതിൻ്റെ പെട്ടെന്ന് തന്നെ കളർ ഇളകി പോകും കേട്ടോ. അത് കാരണമാണ് നമ്മൾ ഗോൾഡൻ്റെ ഷുഗർ ബീഡൊക്കെ ബ്ലൗസിൽ ഉപയോഗിക്കാനായിട്ട് പറയണത്. നമ്മുടെ വർക്ക് ദേ തുന്നി ഏകദേശം കഴിയാറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മേലെത്തി കഴിയാറായ സമയത്തുണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മളിതൊക്കെ മുഴുവനായിട്ട് തുന്നി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഞാൻ അതിൻ്റെ സൈഡ് ഉണ്ടല്ലോ ആ വീനെക്കിൻ്റെ സൈഡ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ക്വയർ കറക്റ്റായിട്ട് നമ്മൾ സൈഡിലും ബോർഡർ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കൂടെയൊക്കെ ഇതിൻ്റെയൊക്കെ ബോർഡറായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു വർക്കിനെ എടുത്ത് കാണിക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒരു വട്ടമല്ലോ 2-3 വട്ടം നമുക്ക് കട്ടിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിളായിട്ട് ഒന്ന് മാർക്ക് ചെയ്തേക്കോടെ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചുരിദാറിൽ ഇതേ കംപ്ലീറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്തേ പിന്നെ ഇതിങ്ങനെ വെക്കാനായിട്ട് തീരെ ക്ഷമയില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ വേഗം നമ്മളത് കട്ട് ചെയ്ത് നമ്മൾ തയ്ച്ചെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. നമ്മൾ തന്നെ വർക്ക് ചെയ്ത് നമ്മൾ തന്നെ വെട്ടി തയ്ച്ചിട്ട് നമ്മളിടുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ മെനക്കെട്ടിട്ടിരുന്ന് തുന്നി അത് കഴിഞ്ഞിട്ട് അത് തയ്ച്ചിടുമ്പോഴാണല്ലോ അതിൻ്റെ ഫുള്ള് റിസൾട്ട് ഉണ്ടാവുക. നമ്മുടെ ചുരിദാർ തയ്ക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇട്ട് നോക്കിയിട്ടോ. അപ്പോൾ ഇട്ട് നോക്കിയ സമയത്ത് എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. നമ്മൾ ചെയ്തൊരു വർക്കായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലൊരു ഇഷ്ടം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് നല്ല രീതിയിൽ ഈ ഒരു വർക്ക് എനിക്ക് ചെയ്യാൻ പറ്റി കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് ടോപ്പ് എടുക്കുന്ന സമയത്തായാലും നമുക്ക് ഇത്രയ്ക്കും ഇറങ്ങിയിട്ട് അങ്ങോട്ട് വർക്ക് കിട്ടാറില്ല. പകുതി ആ ഒരു ഭാഗം വരെയാണ് കേട്ടോ വർക്ക് കിട്ടാറ്. അപ്പോൾ നമുക്ക് ഇത്രയും നന്നായിട്ട് നമുക്ക് ചെയ്യാനും പറ്റി കേട്ടോ.
ഇതിനെ നമുക്ക് കയ്യിലൊക്കെ വർക്ക് ചെയ്താൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. പിന്നെ ഫ്രണ്ട് വശത്ത് നമ്മൾ കുറച്ചധികം വർക്ക് ചെയ്തിട്ടുള്ള കാരണം കയ്യിലും കൂടി വർക്ക് വന്നാൽ അല്ലാതെ ഒരു ഓവറായിട്ട് തോന്നും കേട്ടോ. അത് കാരണമാണ് ഞാൻ കയ്യിൽ വർക്ക് ചെയ്യാഞ്ഞത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തിട്ട് അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.